പറയാതെ പോയ സ്നേഹം. ഒരു ഹൃദയസ്പർശിയായ കഥ. രചന ജീവാമൃതം, ഡോക്ടർ സിന്ധു BK. രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. വീടിന്റെ ഉമ്മറത്തൊറ്റയ്ക്കിരുന്നു രാഘവൻ ആകാശത്തേക്ക് നോക്കി. മുറ്റത്തെ മുല്ലച്ചെടിയിൽ നിന്ന് പരന്നു വരുന്ന സുഗന്ധത്തിനിടയിലും അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നതൊരു ശൂന്യതയായിരുന്നു. കയ്യിൽ മുറുകെ പിടിച്ചിരുന്നത് പഴയൊരു ഫോട്ടോ, സരസ്വതിയുടെ ഫോട്ടോ. അവർ പോയിട്ട് 3 വർഷം. പക്ഷെ അവരുടെ ഓർമ്മകൾക്ക് ഇന്നും ആ വീട്ടിൽ ജീവനുണ്ടായിരുന്നു. അപ്പോഴാണ് മകൻ അജയ് ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയത്. അച്ഛാ, ഇതുവരെ ഉറങ്ങിയില്ലേ? രാഘവൻ പെട്ടെന്ന് ഫോട്ടോ മടക്കി വെച്ചു. നീ വന്നോ മോനെ? സമയം പോയതറിഞ്ഞില്ല. അജയ് അച്ഛൻ്റെ അടുത്തിരുന്നു. അമ്മയുടെ ഫോട്ടോ നോക്കുകയായിരുന്നു അല്ലേ? രാഘവൻ പുഞ്ചിരിച്ചു. അമ്മയെ മറക്കാൻ പറ്റുമോ? അജയ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ചോദിച്ചു, അച്ഛാ, അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു? രാഘവൻ പതുക്കെ തലകുനിച്ചു. ഒരുപാട്. അത് അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? രാഘവൻ നിശബ്ദനായി. അതൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു മോനെ. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിലായിക്കൊള്ളും. അജയ് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാ സ്നേഹവും മനസ്സിലാകണമെന്നില്ല അച്ഛ. രാഘവൻ ഒന്നും പറഞ്ഞില്ല. അജയ് തുടർന്നു. ചില വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. നമ്മൾ പറയാതെ തന്നെ അവർ മനസ്സിലാക്കുമെന്ന് കരുതിയാൽ ചിലപ്പോൾ വൈകിപ്പോകും. ആ വാക്കുകൾ കേട്ടപ്പോൾ രാഘവന്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് പോയി. അന്ന് സരസ്വതി ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. രോഗം അവളുടെ ശരീരത്തെ തളർത്തിയിരുന്നു. രാഘവൻ കട്ടിലിനരികിലിരുന്നു അവളുടെ കൈ പിടിച്ചു. രാഘവേട്ട. എന്താ സരസ്വതി? എന്നോട് ദേഷ്യമുണ്ടോ? രാഘവൻ അത്ഭുതത്തോടെ നോക്കി. എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ. അവർ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ ചോദിച്ചു, രാഘവേട്ടന് എന്നോട് സ്നേഹമുണ്ടോ? രാഘവന്റെ ഹൃദയം പിടഞ്ഞു. പറയണമെന്ന് തോന്നി. എനിക്ക് നിന്നെ ജീവനാണ് എന്ന് പറയണമെന്ന് തോന്നി. പക്ഷേ വർഷങ്ങളായി മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന ആ വാക്കുകൾ ചുണ്ടിലെത്തിയില്ല. പകരം അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ചോദിക്കുന്നത്? നീ മരുന്ന് കഴിക്ക്. സരസ്വതി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരു ചെറിയ വേദനയുണ്ടായിരുന്നു. ശരി. അവർ കണ്ണുകൾ അടച്ചു. അതവരുടെ അവസാന സംഭാഷണമാകുമെന്ന് രാഘവൻ അറിഞ്ഞിരുന്നില്ല. ആ പഴയ ഓർമ്മ രാഘവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറച്ചു. അജയ് അച്ഛൻ്റെ കൈ പിടിച്ചു. അച്ഛ. രാഘവൻ കണ്ണുനീർ തുടച്ച്, അന്ന് സരസ്വതി എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്കിന്നും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് ചോദ്യം? രാഘവൻ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, എന്നോട് സ്നേഹമുണ്ടോ എന്ന്. അജയൻ അച്ഛനെ ചേർത്ത് പിടിച്ചു. അച്ഛ, അമ്മയ്ക്കറിയാമായിരുന്നിരിക്കാം. രാഘവൻ തലകുലുക്കി. അറിയാമായിരുന്നെങ്കിൽ നന്നായിരുന്നു മോനെ. പക്ഷേ എനിക്ക് ഉറപ്പില്ല. അല്പനേരം നിശബ്ദത തളം കെട്ടിയെന്നു. പിന്നെ അജയ് പറഞ്ഞു, അച്ഛ, നമ്മളെല്ലാവരും ചെയ്യുന്നൊരു തെറ്റുണ്ട്. എന്ത് തെറ്റ്? സ്നേഹിക്കുന്നവരോട് സ്നേഹം പറയാതെ വെക്കുന്നത്. രാഘവൻ മകനെ നോക്കി. അവർക്കറിയാമല്ലോ എന്ന് കരുതും. പക്ഷേ ഒരു ദിവസം അവർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകുമ്പോഴാണ് പറയാതെ പോയ ഓരോ വാക്കും നമ്മുടെ ഉള്ളിൽ മുറിവാകുന്നത്. രാഘവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞൊഴുകി. അദ്ദേഹം സരസ്വതിയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്തു. സരസ്വതി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ശബ്ദമിടറി. പക്ഷേ അത് അത് നിന്നോട് പറയാൻ ഞാൻ മറന്നുപോയി. അജയ് അച്ഛൻ്റെ തോളിൽ കൈവച്ചു. അച്ഛ. രാഘവൻ മകന്റെ കൈ പിടിച്ചു. ഇനി നീ അങ്ങനെ ചെയ്യരുത് മോനെ. എങ്ങനെ? സ്നേഹം മനസ്സിൽ ഒളിപ്പിക്കരുത്. അജയ് ഒന്നും പറഞ്ഞില്ല. രാഘവൻ തുടർന്നു. അമ്മയോട് പറയാൻ കഴിയാതെ പോയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. പക്ഷേ നിനക്ക് അങ്ങനെയൊരു നഷ്ടമുണ്ടാകരുത്. അജയ് അച്ഛനെ ചേർത്ത് പിടിച്ചു. അച്ഛ, എനിക്ക് അച്ഛനോട് ഒരുപാട് സ്നേഹമാണ്. രാഘവൻ അവനെ മുറുകെ ചേർത്ത് പിടിച്ചു. എനിക്കും നിന്നെ ഒരുപാട് സ്നേഹമാണ് മോനെ. ആ വാക്കുകൾ പറയുമ്പോൾ രാഘവന്റെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു സമാധാനം തെളിഞ്ഞു. അന്ന് രാത്രി അജയ് തന്റെ മുറിയിലേക്ക് പോയി. ഭാര്യ മഞ്ജു ഉറങ്ങുകയായിരുന്നു. അവളെ നോക്കി കുറച്ചു നേരം നിന്ന ശേഷം അജയ് പതുക്കെ വിളിച്ചു, മഞ്ജു. അവൾ കണ്ണു തുറന്നു. എന്താ? അജയ് അവളുടെ കയ്യിൽ കൈവച്ചു.
എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അവൻ പുഞ്ചിരിച്ചു. എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാണ്. മഞ്ജു അത്ഭുതത്തോടെ അവനെ നോക്കി. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ? അജയ് ചിരിച്ചു. പറയാൻ തോന്നിയപ്പോൾ പറഞ്ഞു. നാളെ വരെ കാത്തിരിക്കേണ്ടെന്ന് തോന്നി. മഞ്ജു അവന്റെ കൈ മുറുകെ പിടിച്ചു. എനിക്കും. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ രാഘവൻ പതിവിലും നേരത്തെ എഴുന്നേറ്റു. മുറ്റത്ത് മുല്ലച്ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ അദ്ദേഹം സരസ്വതിയുടെ ഫോട്ടോയിലേക്ക് നോക്കി. സരസ്വതി, വൈകിയെങ്കിലും ഞാൻ പഠിച്ചു. ചെറുപുഞ്ചിരിയോടെ രാഘവൻ പറഞ്ഞു. സ്നേഹം ഉള്ളിൽ മാത്രം സൂക്ഷിക്കാനുള്ളതല്ലെന്ന്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറയാനുള്ള വാക്കുകൾ ഒരിക്കലും നാളിലേക്ക് മാറ്റിവെക്കരുത്. നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വലിയൊരു അവസരം ആവശ്യമില്ല. അത് പറയാൻ ഒരു നിമിഷം മാത്രം മതി. പക്ഷേ പറയാതെ പോയ ഓരോ സ്നേഹത്തിന്റെ വേദന ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മെ പിന്തുടരും. അതുകൊണ്ട് സ്നേഹം മനസ്സിൽ സൂക്ഷിക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറയൂ. ചേർത്ത് പിടിക്കണമെങ്കിൽ ഇന്ന് തന്നെ ചേർത്ത് പിടിക്കൂ. നന്ദി പറയണമെങ്കിൽ ഇന്ന് തന്നെ പറയൂ. കാരണം നമ്മൾ കാത്തിരിക്കുന്ന നാളെ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല.